അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികമാരെ നടത്തിപ്പുകാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. പീഡന ശ്രമത്തിനിടെ ഓടി രക്ഷപ്പെട്ട അന്തേവാസികൾ സമീപത്തുള്ളവരോട് വിവരം പറഞ്ഞതോടെയാണ് കാലങ്ങളായി നടക്കുന്ന ക്രൂരതകൾ പുറത്തായത്. സംഭവത്തിൽ സ്ഥാപന നടത്തിപ്പുകാരൻ പത്മദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമപ്രസാദും കമ്മീഷൻ അംഗം കെ എൻ നമ്പൂതിരിയും സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തി. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്നും നിയമാനുസൃതമായ രജിസ്ട്രേഷൻ ഇല്ലാതെ ക്രമവിരുദ്ധമായാണ് സ്ഥാപനം നടത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ പത്മദാസൻ അന്തേവാസികളായ 2 വയോധികമാരെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഓടി രക്ഷപ്പെട്ട ഇവർ സമീപത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചതോടെയാണ് അഭയകേന്ദ്രത്തിൽ നടക്കുന്ന മൃഗീയ പീഡനത്തിന്റെയും ക്രൂരതകളുടെയും കഥ പുറംലോകം അറിയുന്നത്. സംഘടിച്ചെത്തിയ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചതോടെ പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമപ്രസാദ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അഭയകേന്ദ്രത്തിൽ 9 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. ഇവരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്ഥാപനത്തിന്റെ പേരിൽ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യം നൽകി പണം പിരിക്കുന്നുണ്ട്. എന്നാൽ അന്തേവാസികൾക്ക് കൃത്യമായ ഭക്ഷണമോ വസ്ത്രമോ നൽകുകയോ ശുചീകരണം നടത്തുകയോ ചെയ്യാറില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും. സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ അനധികൃതമായി നടക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പഠിച്ച് അത് ഒന്നുകിൽ അവർ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ച് അനധികൃതമായി നടത്താൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവർ അടച്ചുപൂട്ടണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോക്കൽ ബോഡീസിന് ഈ കാര്യത്തിൽ നല്ല പങ്ക് വഹിക്കാൻ കഴിയും. ഇപ്പോൾ അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ലോക്കൽ ബോഡീസിന് ഒരു വലിയ സേ ഉണ്ട്. അപ്പോൾ അവരത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതാണ്. തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്നത്. പലരുടെയും കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും വസ്തുവുമൊക്കെ എഴുതി വാങ്ങിയ ശേഷമാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതികളും അന്തേവാസികൾ വയോജന കമ്മീഷനെ അറിയിച്ചു. നടത്തിപ്പുകാരന്റെ മകളും മറ്റ് 2 അന്തേവാസികളും ഈ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് മരിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തെ തുടർന്ന് തെന്മല പോലീസ് വിശദമായ പരിശോധന നടത്തുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തെന്മല പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോയ സാഹചര്യത്തിൽ അന്തേവാസികളെ സുരക്ഷിതമായി പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റി. അഭയകേന്ദ്രത്തിലെ പീഡനത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. സമഗ്രമായ അന്വേഷണം നടത്താൻ വാർത്ത അറിഞ്ഞതിൽ തന്നെ നിർദ്ദേശിച്ചു. അത് അവിടെ മാത്രമല്ല, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള സമാന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഒക്കെ ആയി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തി, കൃത്യമായ ഇടവേളയിൽ പരിശോധനയും ഈ കേസിൽ തന്നെ അന്തേവാസികൾക്ക് പറയാൻ അവസരം കിട്ടിയത് ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് നാട്ടുകാരെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിവരം ഇപ്പോഴും പുറത്ത് അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.